നമസ്കാരം. വാസ്തുപ്രകാരം വീട്ടിൽ ഓരോ വസ്തുക്കൾക്കും സ്ഥാനമുണ്ട്. വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം പ്രവഹിക്കാൻ വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഏറെ പ്രാധാന്യം അറിയിക്കുന്നതായ കാര്യമാകുന്നു. അപ്പോൾ വീട് വൃത്തിയാക്കുന്ന ചൂലിൻ്റെ സ്ഥാനത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അഥവാ ചൂലിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് നാം അറിയേണ്ടത് അനിവാര്യമാകുന്നു. വാസ്തുപ്രകാരം നിങ്ങളുടെ വീട് ശുചിയാക്കുന്ന ചൂലിൻ്റെ സ്ഥാനത്തിന് അതീവ പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ഉപയോഗശേഷം എവിടെയാണ് എങ്കിലും അലക്ഷ്യമായി വയ്ക്കാനുള്ളതല്ല ചൂല് എന്ന് സാരം. കാരണം ചൂലിൻ്റെ സ്ഥാനം തെറ്റിയാൽ വീട്ടിൽ അടിമുടി ദാരിദ്ര്യം വന്നു ചേരും എന്നാണ് ശാസ്ത്രം പരാമർശിക്കുന്നത്. വാങ്ങുവാൻ ഒരു പുതിയ ചൂൽ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതെപ്പോഴും ചൂല് വാങ്ങുമ്പോൾ നിങ്ങൾ എപ്പോഴും പുലർത്തേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. ചൂൽ വാങ്ങുവാൻ വാസ്തുപ്രകാരം ശനിയാഴ്ചയാണ് ഉത്തമമായി കണക്കാക്കുന്നത്. ചൊവ്വാഴ്ചയും ഇതിന് ഉചിതമായ ദിവസം തന്നെയാകുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചൂല് വാങ്ങുകയാണ് എങ്കിൽ അത് വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുവാൻ സഹായകരമായി തീരും എന്നാണ് പറയുക. അഥവാ വാസ്തുപ്രകാരമുള്ള വിശ്വാസം അപ്രകാരമാണ്. ഇതേപോലെ തന്നെ പഴയ ചൂല് ഏതെങ്കിലും ദിവസം കളയുവാനും പാടുള്ളതല്ല. വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പഴയ ചൂൽ നിങ്ങൾ ഒരിക്കലും കളയുവാൻ പാടുള്ളതല്ല. ഈ ദിവസങ്ങളിൽ ചൂൽ കളയുന്നത് ഐശ്വര്യക്കേടായി മാറും എന്നാണ് വിശ്വാസം. വീടിൻ്റെ സമീപം പ്രധാന വാതിലിനോട് ചേർന്നല്ലാതെ ഒരു ചൂല് സൂക്ഷിക്കുന്നത് വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി വരാതെ നോക്കും എന്നാണ് പരാമർശിക്കപ്പെടുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന കട്ടിലിന് കീഴിൽ ചൂല് വയ്ക്കുന്നതിൻ്റെ കാര്യവും ഇത് തന്നെയാകുന്നു. ദിശയ്ക്ക് അത്രമേൽ പ്രാധാന്യം വാസ്തുവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നുണ്ട്. ചൂൽ സൂക്ഷിക്കുന്നതിനും വാസ്തു തത്വങ്ങളുണ്ട്. ഇത് വീടിൻ്റെ പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് കോണിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത്. എന്നാൽ പാടില്ലാത്തതായ ദിശകളുമുണ്ട്. അതേക്കുറിച്ചും പരാമർശിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ചൂല് വയ്ക്കരുത്. ഇനി അഥവാ നിങ്ങൾ വീടുകളിൽ ഇവിടെയാണ് സൂക്ഷിക്കുന്നത് എങ്കിൽ തീർച്ചയായും അവിടെ നിന്നും മാറ്റേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാകുന്നു. വീടിൻ്റെ ഈശാനകോൺ, അതായത് വടക്ക് കിഴക്ക് മൂലയിൽ ഒരിക്കലും ചൂല് സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുക. വാസ്തുശാസ്ത്രപ്രകാരം വീടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് കന്നിമൂല, തെക്ക് പടിഞ്ഞാറ് മൂല. അഗ്നിമൂലയ്ക്കും അത്രമേൽ പ്രാധാന്യമുണ്ട്. തെക്ക് കിഴക്ക് മൂലയാണ് അഗ്നികോൺ. ഇവിടങ്ങളിലും ചൂല് വയ്ക്കുന്നത് അനുയോജ്യമല്ല. അതിനാൽ ഈ ദിശകളിലാണ് വയ്ക്കുന്നത് എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ചില കാര്യങ്ങൾ, ദോഷകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും. ധനപരമായ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പലപ്പോഴും ആവശ്യത്തിനുള്ള ധനം നിങ്ങൾക്ക് കൈകളിലേക്ക് വന്ന് ചേരാത്തതായ അവസ്ഥ ഉണ്ടാകുന്നതാണ്. കൈകളിലുള്ള ധനം പോലും നഷ്ടമാകുന്നതിന് അത് കാരണമായി തീർന്നു എന്ന് വരാം. വീട്ടിലെ കോണിപ്പടിയുടെ അടിയിൽ, അതായത് വീട്ടിലെ സ്റ്റെയർ കേസുകൾക്ക് താഴെ ചൂൽ സൂക്ഷിക്കാതിരിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലരും എളുപ്പത്തിൽ ഇവിടെ സൂക്ഷിക്കുന്നവരാണ്. അത്തരത്തിൽ നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും എന്നാണ് പറയുക. മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന വസ്തു കൂടിയാണ് ചൂല്. കാരണം നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കി വീടുകളിലേക്ക് പോസിറ്റീവായ ഊർജം കൊണ്ടുവരുവാൻ സഹായകരമായ ഒരു വസ്തുവാണ് ചൂല്. അതിനാൽ ചൂലിന് അർഹിക്കുന്നതായ പ്രാധാന്യം നൽകിയില്ല എങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ കോപത്തിനും മഹാലക്ഷ്മി വാസം വീടുകളിൽ നിന്നും ഒഴിവായി പോകുന്നതിനും അത് കാരണമായി തീരും. അതിനാൽ അത്രമേൽ പ്രാധാന്യം നൽകി ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില തെറ്റുകൾ നിങ്ങൾ ചൂല് വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ചെയ്യാൻ പാടുള്ളതല്ല. പലരും വീടുകളിൽ ചൂല് മറ്റുള്ളവർ കാണുന്ന രീതിയിലാണ് വയ്ക്കുക. എന്നാൽ അതൊരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. ആരുടെയും ദൃഷ്ടിയിൽ പെടാത്ത വിധത്തിൽ ആരെങ്കിലും പെട്ടെന്ന് വരുമ്പോൾ
കാണാത്ത വിധത്തിലാണ് ചൂല് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. പുറത്തു നിന്ന് വരുന്നവരോ അയൽക്കാരോ കാണുന്നത് ശുഭമല്ല എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ പലരും വീടുകളിൽ തല തിരിച്ച് ചൂല് വയ്ക്കാറുണ്ട്. അബദ്ധവശാൽ സംഭവിക്കുന്നതാകാം. എന്നാൽ ഒരിക്കലും നിങ്ങൾ ഇത്തരത്തിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കണം. ഇപ്രകാരം സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് വളരെ വലിയ ദോഷങ്ങൾക്ക് കാരണമായി തീരും. ചിലർ ചൂലിൽ ചവിട്ടുന്നതാണ് അറിയാതെ സംഭവിച്ച് പോകുന്നതാകാം. എന്നാൽ ചൂലിനെ ഒരിക്കലും നിങ്ങൾ ചവിട്ടാൻ പാടുള്ളതല്ല. അത് മഹാലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതിനും ലക്ഷ്മി കോപത്തിനും കാരണമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. ചിലർ ചൂലിനെ മറികടന്ന് പോകുന്നവരുണ്ട്. എന്നാൽ ഒരിക്കലും നിങ്ങൾ അപ്രകാരം ചെയ്യരുത്. അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പലപ്പോഴും പലരും ചൂല് മറ്റുള്ളവർക്ക് നൽകുന്നതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതായ ചൂല് വാങ്ങി ഉപയോഗിക്കുന്നുണ്ടാകാം. ഈ രണ്ട് കാര്യവും നിങ്ങൾ ചെയ്യരുത്. അത് അത്ര ശുഭകരമായ കാര്യമല്ല. അതിനാൽ നിങ്ങൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ചൂല് മറ്റുള്ളവർക്ക് നൽകുകയോ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ചൂല് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയോ ചെയ്യരുത്. മറ്റുള്ള വീടുകളിൽ നിങ്ങൾ നിത്യവും ഉപയോഗിക്കുന്നതായി ചൂല് നൽകരുത് എന്ന് തന്നെ പരാമർശിക്കാം. ഒരിക്കലും പ്രധാന വാതിലിന് സമീപം ചൂല് വയ്ക്കാൻ പാടുള്ളതല്ല. ആരെങ്കിലും അപ്രകാരം വയ്ക്കുന്നവരുണ്ട് എങ്കിൽ മുൻപ് പരാമർശിച്ച ആ ദിശയിൽ തന്നെ സൂക്ഷിക്കുവാൻ, പെട്ടെന്ന് ആരും കാണാത്ത വിധത്തിൽ സൂക്ഷിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാന വാതിലിന് സമീപം സൂക്ഷിക്കുന്നത് അത് നിങ്ങൾക്കും കുടുംബത്തിനും ദോഷകരമായി ഭവിക്കും. കൂടാതെ വീടിന്റെ മേൽക്കൂരയിൽ ചൂല് ഒരിക്കലും വയ്ക്കരുത്. പലരും ടെറസിൽ വയ്ക്കുന്നവരുണ്ടാകാം. മുൻപ് പരാമർശിച്ച ആ ദിശയിൽ തന്നെ വയ്ക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ധനനഷ്ടം സംഭവിക്കാനും പല വസ്തുക്കളും മോഷണം പോകുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം. അതിനാൽ ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ചൂല് മാത്രമല്ല, ഷൂസുകൾ, പഴയ വസ്ത്രങ്ങൾ, ഉപയോഗശൂന്യമായ ഉപകരണങ്ങൾ മുതലായവയും കോണിപ്പടിക്ക് താഴെയായി നിങ്ങൾ സൂക്ഷിക്കാൻ പാടുള്ളതല്ല. വാസ്തുപരമായി നോക്കുകയാണ് എങ്കിൽ അത് സാമ്പത്തികപരമായ നഷ്ടങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് കാരണമായി തീരും എന്നാണ് പറയുക. കൂടാതെ നിങ്ങളുടെ വീടുകളിൽ തീരാത്തതായ കടബാധ്യതകൾ വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും. പല വിധത്തിൽ നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നതിന് അത് കാരണമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ വീടിന്റെ പുറത്ത് ഉപയോഗിക്കുന്നതായ ചൂല് ഒരിക്കലും നിങ്ങൾ അകത്ത് സൂക്ഷിക്കുവാൻ പാടില്ല എന്ന കാര്യം ഓർക്കണം. കൂടാതെ അകം വൃത്തിയാക്കുവാൻ ഈ ചൂല് ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പുറമെ ഉപയോഗിക്കുന്നതായ ചൂല് ഒരിക്കലും വീടിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അത് വലിയ ദോഷകരമായ കാര്യം തന്നെയാകുന്നു. ചിലർ വീടുകളിൽ അടുക്കളയിൽ ചൂല് സൂക്ഷിക്കുന്നവരുണ്ട്. ഇപ്രകാരം ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ ആ കാര്യവും പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ചൂല് മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന വസ്തുവായതിനാൽ തന്നെ ആ പ്രാധാന്യം നിങ്ങൾ എപ്പോഴും നൽകേണ്ടത് അനിവാര്യമാണ്. ചൂലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ പാലിക്കുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ മഹാലക്ഷ്മി സാന്നിധ്യം, മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും.